ഹായ്. സോ നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറേ കാലമായി. ആക്ച്വലി എനിക്ക് 101 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ ഇത്ര ദിവസം എനിക്ക് ആ ഹാപ്പിനെസ് ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ഓഫായിരുന്നു. ഞാൻ ഇച്ചിരി വീഡിയോ ഒന്നും എടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ പോകണമെന്ന്. പക്ഷേ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും കൂടെ. ഒറ്റയ്ക്ക് ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഫസ്റ്റ് സോളോ മൂവി ഡേറ്റാണ്. നമ്മൾ പോകുന്നത് ഹൃദയപൂർവ്വത്തിനാണ്. യെസ്. അപ്പം ഇവിടുന്ന് ഒരു അരമണിക്കൂർ സമയം എത്ര 11:30 12:45. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ ഏതൊരു ഫീനിക്സ് സിറ്റാഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്, അവിടെയാണ് നമ്മൾ പോണേ. ഉച്ചയ്ക്കത്തെ ഷോയാണ്. ഞാൻ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ട, ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയും ഉണ്ട്, ഒത്തിരി തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല. കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, ചിലപ്പോൾ സിനിമ കഴിഞ്ഞിട്ടാവും കഴിക്കേണ്ടാവുക. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാം. എനിക്ക് മൂടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ബൈ. ദിസ് ഇസ് മൈ ഫൈനൽ ഔട്ട്ലുക്ക് ഫോർ മൈ ഫസ്റ്റ് സോളോ മൂവി ഡേറ്റ്. ഓക്കെ, അപ്പോൾ കണ്ണാടിയൊക്കെ കഴുകണം. ടാറ്റാ. ഞാൻ റാപ്പിഡോയിൽ ബൈക്ക് എടുത്ത് കുറച്ച് ദൂരം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത് എടുക്കരുതായിരുന്നു. എനിക്ക് ഒട്ടും പറ്റൂല എനിക്ക് മനസ്സിലായി. വണ്ടിയും കൊള്ളത്തില്ല, കണ്ണാടി ഇല്ലായിരുന്നു, മൊത്തം ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ മുകളിൽ. പിന്നെ ഇത് ഞാൻ ആക്ച്വലി ഹൃദയപൂർവ്വം ഇറങ്ങി 2-ാമത്തെ 3-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി വൈകിപ്പോയി. അങ്ങനെ അവിടെ എത്തി. മുകളിൽ നല്ല രസമായിരുന്നു. എനിക്കങ്ങനെ ഒറ്റയ്ക്കാണെന്ന് കരുതി അങ്ങനെ ഭയങ്കര ബോറടിയൊന്നും ഉണ്ടാവാറില്ല. ഭയങ്കര രസമായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു. ലൈക്ക് ഒറ്റയ്ക്ക് ഇരുന്നതും നല്ലതായിരുന്നു. സിനിമ കാണാൻ പോയപ്പോഴാണെങ്കിൽ അവിടെ 5-8 പേരുള്ളായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മോഹൻലാലിനെ ഇങ്ങനെ നിറഞ്ഞ് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. സിനിമ കിടിലനായിരുന്നു. ഞാനിത് പിന്നെയും 2-ാമത് ഇന്നലെ കണ്ടു കേട്ടോ. OTTയിൽ വന്നപ്പോൾ ഞാൻ കണ്ടു. പിന്നെ ഒരു ബൗള് ചിക്കൻ, ലൈക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും അതുപോലെ മോമോസും പിന്നെ ഒരു ലെമണിൻ്റെ ഒരു ഡ്രിങ്കും ആയിരുന്നു കഴിച്ചത്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടലിലൊക്കെ പോയിട്ട്. അങ്ങനെ പിന്നെ ആ സിനിമ കണ്ട സന്തോഷത്തിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാനങ്ങ് റാപ്പിഡോ എടുത്തില്ല, ഓട്ടോയിൽ തിരിച്ചു വന്നു. അപ്പോൾ ബൈ ബൈ.